നിങ്ങൾ ഇതുവരെ കേട്ടത് തെയ്യം, ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ദൈവങ്ങൾ. രചന സജി മടപ്പാട്ട്, സന്തോഷ് വേങ്ങര. ശബ്ദം നൽകിയത് സജു നായർ. തെയ്യം, ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ദൈവങ്ങൾ ബൈ സജി മടപ്പാട്ട്, സന്തോഷ് വേങ്ങര. എഡിറ്റർ ചന്ദ്രൻ മുട്ടത്ത്. വിവർത്തനം സച്ചിൻ മലയാറ്റിൽ. ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ദൈവങ്ങൾ എന്ന ഒന്നാം ഭാഗത്തിന്റെ തുടർച്ചയാണ് ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ ദൈവങ്ങൾ, തെയ്യക്കഥകൾ എന്ന പുസ്തകം. ആമസോണിൽ പ്രസിദ്ധീകരിക്കാവുന്ന ഫയൽ വലിപ്പത്തിന്റെ പരിധിയിലുണ്ടായ പരിമിതി കാരണം ഈ പുസ്തകം വാല്യം 1 പ്രസിദ്ധീകരിക്കുകയായിരുന്നു. ഈ പുസ്തകങ്ങൾ വിറ്റുകിട്ടുന്ന റോയൽറ്റി നിരാലംബരായ തെയ്യം കലാകാരന്മാർക്ക് വേണ്ടി വിനിയോഗിക്കും. ഈ വിഷയത്തിൽ അധിഷ്ഠിതമായി ഇനിയും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനും കാന്താരയെപ്പോലെ ഒരുപക്ഷെ അതിലും മികച്ച രീതിയിൽ ഓസ്കാർ നിലവാരത്തിലുള്ള ചലച്ചിത്രങ്ങൾ നിർമ്മിക്കാനും ഭാവിയിൽ പദ്ധതിയുണ്ട്. ഞങ്ങളുമായി സഹകരിക്കാനോ മറ്റു പതിപ്പുകൾ ലഭ്യമാക്കുവാനോ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ദയവായി www.linkedin.com/in/goodtogreat മുഖേനയോ അല്ലെങ്കിൽ www.teyyam.us എന്ന വെബ്സൈറ്റിലൂടെയോ ബന്ധപ്പെടുക. അവതാരിക ഡോക്ടർ റോൾഫ് ഗ്രോസ്ബെക്ക്, പ്രൊഫസർ ഓഫ് മ്യൂസിക്, മ്യൂസിക് ഹിസ്റ്ററി, മ്യൂസിക്കോളജി, എത്നോ മ്യൂസിക്കോളജി. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലെ കേരളം, ഇന്ത്യ, ദൈവങ്ങളുടെ ക്ഷേത്രമേള വിദ്വാൻ. ഇന്ത്യയുടെ തെക്കുപടിഞ്ഞാറൻ തീരദേശത്ത് നിലകൊള്ളുന്ന കേരളത്തിലെ പ്രശസ്തമായ അനുഷ്ഠാനവും പ്രകടന കലകളിലൊന്നുമാണ് തെയ്യം. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളെ അലങ്കരിക്കാനായി ഉപയോഗിച്ചുവരുന്ന കഥകളി കഥാപാത്രങ്ങളുടെ രാമൻ, കൃഷ്ണൻ, സീത മുതലായ ചിത്രങ്ങൾ ഇപ്പോഴും തെയ്യം ചിത്രങ്ങൾക്ക് വഴിമാറിക്കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് എത്നോ മ്യൂസിക്കോളജിസ്റ്റ് കേലി മേസൺ അഭിപ്രായപ്പെടുന്നു. തെയ്യം ചിത്രങ്ങൾ കേരളത്തിന്റെ മുഖമുദ്രയാകാൻ തുടങ്ങുന്നത് ഈ അനുഷ്ഠാന കലാരൂപത്തിന് ജനങ്ങൾ നൽകുന്ന പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു. Sample complete. Ready to continue?